മാതൃഭൂമി യാത്രയിലേക്ക് സ്വാഗതം. ലോകം നിറയുന്ന ഫ്രെയിമുകളുമായി യാത്ര അതിന്റെ 340-ാം എപ്പിസോഡിൽ എത്തിയിരിക്കുന്നു. മണലാരണ്യത്തിലേക്കുള്ള നമ്മുടെ രണ്ടാം യാത്രയാണിത്. ദുബായ് എക്സ്പോ വിശേഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞയാഴ്ച നമ്മൾ ഒരു അത്ഭുത ചക്രം കാണാൻ പോയി. എയിൻ ദുബായ്, ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ചക്രം. ആകാശത്ത് പറവയുടെ കണ്ണുമായി ലക്ഷറി ഗ്ലാസ് റൂമിലിരിക്കുന്ന അനുഭവം വാക്കുകൾക്കപ്പുറമായിരുന്നു. ദുബായ് കാണേണ്ടത് ഇങ്ങനെയാണെന്ന് മാത്രം പറയാം. പാം ജുമൈറയുടെ സൗന്ദര്യം തെളിയുന്നത് ഇവിടെയാണ്. കൃത്രിമ ഐലൻഡിലെ വൈകുന്നേര കാഴ്ചകളും കണ്ട് രാത്രിയിലെ ലൈറ്റ് ഷോയോടെയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച വിട പറഞ്ഞത്. ദുബായിലെ അത്ഭുതങ്ങൾക്കിടവേള നൽകി നമ്മൾ ഒരു പുതിയ ഇടത്തേക്ക് പോവുകയാണ്. റാസ് അൽ ഖൈമ. ദുബായിൽ നിന്നാണ് നമ്മൾ റാസ് അൽ ഖൈമയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ഷെയ്ഖ് ബിൻ സായിദ് റോഡ് വഴി ഏതാണ്ട് 115 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം കൊണ്ട് റാസ് അൽ ഖൈമ എത്താമെന്നാണ് കണക്കുകൂട്ടൽ. റാസ് അൽ ഖൈമ എന്ന് പറഞ്ഞാല് UAE ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു എമിറേറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് ഏതാണ്ട് ഒരു 1.5. മാതൃഭൂമി ന്യൂസിന്റെ ദുബായ് പ്രതിനിധി സീനിയർ റിപ്പോർട്ടർ സനീഷ് നമ്പ്യാർക്കൊപ്പമാണ് യാത്രയുടെ സഞ്ചാരം. വർഷങ്ങളായി ഗൾഫിലുള്ള സനീഷ് യാത്രയ്ക്കൊപ്പം കൂടാമെന്ന് പറഞ്ഞത് ഈ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സനീഷിന്റെ ഭാഷയിൽ റാസ് അൽ ഖൈമ UAEയുടെ വൈവിധ്യങ്ങളുടെ മുഖമാണ്. ഷെയ്ഖ് ബിൻ സായിദ് റോഡിന് ഇരുവശവുമായി കണ്ണെത്താ ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന മരുഭൂമി. പച്ചപ്പിന്റെ അടയാളങ്ങളുമുണ്ട് മണൽപ്പരപ്പിൽ. ഈ നാടിന്റെ കഥകൾ പറഞ്ഞ് വഴിയോര കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി. അതെ, ഐക്യ അറബ് എമിറേറ്റുകളുടെ വടക്കായി സ്വല്പം ഉയർന്നു നിൽക്കുന്ന ഭൂപ്രകൃതിയാണ് റാസ് അൽ ഖൈമയ്ക്ക്. ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള മണ്ണാണിത്. ആദ്യകാലങ്ങളിൽ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളും പിന്നീട് ഗ്രീക്ക് പോർച്ചുഗീസ് അധിനിവേശങ്ങളും കണ്ട മണ്ണ്. ഒട്ടേറെയുണ്ട് റാസ് അൽ ഖൈമയിൽ കാണാനും അറിയാനും. ഇതുവരെ കണ്ട ഗൾഫ് കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില വിശേഷങ്ങളിലേക്കാണ് ഈ റോഡ് നീളുന്നത്. ഷെയ്ഖ് ബിൻ സായിദ് റോഡിലൂടെയുള്ള ഈ ഡ്രൈവ് തന്നെ ത്രില്ലിംഗ് ആയ അനുഭവമാണ്. മുന്നോട്ടു പോകവേ റാസ് അൽ ഖൈമയിലെ നഗരമേഖലയോടടുത്ത പ്രദേശങ്ങളിലേക്ക് എത്തി. ഇടയ്ക്കിങ്ങനെ ഫ്ലൈ ഓവറുകളും മറ്റും നഗരവഴികളിലേക്ക് എത്തി നോക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ നമ്മൾ റാസ് അൽ ഖൈമയിൽ എത്തിക്കഴിഞ്ഞു. റാസ് അൽ ഖൈമ എയർപോർട്ടാണ് കാണുന്നത്. 1976 വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. വിവിധ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് വിമാന സർവീസുകളുണ്ട്. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു റാസ് അൽ ഖൈമ വിമാനത്താവളം. നഗര കാഴ്ചകൾക്കപ്പുറത്തേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതെന്ന ആശയം പങ്കുവച്ച സനീഷ് നമ്പ്യാർ മാതൃഭൂമി യാത്രയെ കൃഷിയിടങ്ങളിലേക്കാണ് കൊണ്ടുപോയത്. റാസ് അൽ ഖൈമ അറിയേണ്ടത് അങ്ങനെയാണ്. ഈന്തപ്പന തോട്ടങ്ങളാണ് വഴിയോരങ്ങളിൽ. തോട്ടങ്ങളുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഈന്തപ്പനകളുടെ തലയെടുപ്പിന്റെ കാഴ്ചകൾ പിന്നാലെ വരും. ഗൾഫ് ജീവിതത്തിന്റെ കാർഷിക മുഖമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു തോട്ടത്തിലേക്ക് കാർ തിരിയുന്നു. മലയാളിയുടെ സംരംഭമാണ് ഈ ഫാം ഹൗസ്.
അറബികളിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. ആഡംബരങ്ങളുടെ നഗരക്കാഴ്ചകളിൽ നിന്നും നമ്മൾ മണ്ണിന്റെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ പുൽകൃഷിയാണ്. ഒട്ടകങ്ങൾക്കും ആടുകൾക്കും മറ്റുമായുള്ള തീറ്റപ്പുല്ലാണ് മണ്ണിൽ വിളയുന്നത്. കൃഷിയിടം വളരെ ശാസ്ത്രീയമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. കൃഷിക്കായുള്ള മണ്ണൊരുക്കം ഒരു വലിയ പ്രക്രിയ തന്നെയാണ് ഇവിടെ. ജത്ത്, ജവാസാത്ത് എന്നിങ്ങനെ വിവിധയിനം പുല്ലുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയോട് യോജിച്ചു പോകുന്ന പുല്ലുകളാണ് കൃഷി ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് കൃഷിയിടത്തിൽ പണി ചെയ്യുന്നവരിൽ അധികവും. അവരുടെ ജീവിതത്തെയും അടുത്തറിയാനായി റാസൽ ഖൈമയിലെ മാർക്കറ്റിലേക്കാണ് ഇവിടെ നിന്നും പുല്ല് കൊണ്ടുപോവുക. കുറച്ചുനേരം കാത്തുനിന്നെങ്കിലും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരെ കാണാൻ കഴിഞ്ഞില്ല. കൃഷിയിടത്തിന്റെ ഉള്ളോട്ടുള്ള മേഖലകളിൽ പുല്ല് കൂടുതലായി വളർന്നിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ പുല്ല് വെട്ടിക്കൊണ്ടുപോകും. നനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞുവല്ലോ. സ്പ്രിംഗ്ലറൊക്കെ വെച്ച് ആവശ്യമായ വെള്ളം മണ്ണിനേകുകയാണ്. ഈന്തപ്പനത്തോട്ടങ്ങൾ അതിരിടുന്ന കൃഷിയിടമാണ്. നാളികേരത്തിന്റെ നാട്ടുകാരായതുകൊണ്ടാകണം ഓർമ്മകളിലേക്ക് നാട്ടുപച്ചപ്പിന്റെ തലയെടുപ്പുകൾ എത്തി നോക്കി. ഇനി അവരുടെ താമസ സ്ഥലത്തേക്കാണ്. കൃഷിയിടത്തോട് ചേർന്നു തന്നെയാണ് താമസ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. പ്രവാസത്തിന്റെ ജീവിത ചിത്രം ഇവിടെ തെളിയുന്നു. നാട്ടിലേക്ക് ആവുന്നതെല്ലാം അയച്ചു കൊടുക്കാൻ പാടുപെടുന്നവർ. 1200 ദിർഹം വരെയാണ് പലരുടെയും മാസവരുമാനം. പുൽകൃഷി കണ്ടു. ഇനി അടുത്ത ഇടത്തിലേക്കാണ്. ഈ ട്രാക്ടർ വന്ന വഴിക്കപ്പുറമാണ് മെയിൻ റോഡ്. വീണ്ടും കാർ യാത്ര. നേരത്തെ പറഞ്ഞതുപോലെ നഗരക്കാഴ്ചകൾക്ക് അപ്പുറമുള്ള ജീവിതം തേടിയാണ് നമ്മുടെ ഈ യാത്ര. ഈന്തപ്പനകൾ നിറയുന്ന വഴിയിലൂടെ അടുത്തയിടത്തിലേക്ക്. ഈ മണ്ണിന്റെ പച്ചപ്പുകൾ തേടി മുന്നോട്ട്. ഗൾഫ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് റാസൽ ഖൈമ ഉൾപ്പെടുത്തണമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാഴ്ചകൾ. ഇങ്ങനെയുമൊരു മുഖമുണ്ട് ഈ നാടിന്. കൃഷിയിടങ്ങൾ വിട്ട് ആൾതാമസമുള്ള മേഖലകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സഞ്ചാരം. എല്ലാം അറബ് ഭവനങ്ങളാണ്, വലിയ വീടുകൾ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ സ്വന്തമായി ഉള്ളവരുണ്ട് ഇവിടെ. കൊട്ടാരങ്ങൾ കണക്കെ വലിയ വീടുകളാണ് കാണുന്നത്. വിശാലമായ മതിൽക്കെട്ടുകളൊക്കെ കെട്ടിയിരിക്കുന്നു. വീടുകൾ അധികമില്ലെങ്കിലും ഉള്ളവയെല്ലാം വലിയ നിർമ്മിതികൾ തന്നെ. പൊതുവെ ആളുകൾ കുറവാണ് റാസൽ ഖൈമയിൽ. തിരക്കൊന്നുമില്ലാതെ ശാന്തമായ ഒരിടം. തിരക്കേറിയ ഗൾഫ് ജീവിതത്തിൽ നിന്നും കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. വീണ്ടും നമ്മൾ കൃഷിയിടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മൺപാതയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈന്തപ്പന കൃഷി നടക്കുന്ന മേഖലകളാണിത്. കൃഷിയിടത്തോട് ചേർന്ന് തന്നെയാണ് റോഡ്. ഈന്തപ്പനയ്ക്കൊപ്പം മറ്റു ചില കൃഷികളുമുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തുള്ളി നനയുടെ പ്രധാന ഗുണം ജലത്തിന്റെ ഉപയോഗത്തിലെ കാര്യക്ഷമതയാണ്. തുള്ളി തുള്ളിയായി വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. അങ്ങനെ കൃഷിയിൽ തികച്ചും ശാസ്ത്രീയമായ സമീപനം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈന്തപ്പന കൃഷിയുടെ സാധ്യതകൾ നന്നായി ഉപയോഗിക്കുന്നു റാസൽ ഖൈമ. അറബ് രാജ്യങ്ങളിൽ ഈന്തപ്പന കൃഷി പ്രധാനമാണ്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ ഒറ്റത്തടി വൃക്ഷം കൃഷി ചെയ്യുന്നുണ്ട്. ഈന്തപ്പനകൾ പൂക്കുന്നത് മാർച്ച് മാസം അടുപ്പിച്ചാണ്. ജൂലൈ ആകുന്നതോടെ ഈന്തക്കായ രുചി പിടിച്ച് പഴുക്കാൻ തുടങ്ങും. പഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിൽ ഈന്തക്കായകൾ വേർതിരിക്കാറുണ്ട്. ഗൾഫ് ജീവിതത്തിന്റെ രുചിയാണ് ഈന്തപ്പഴത്തിന്. ഡേറ്റ്സ് ഇന്ന് വിവിധ ഉപോൽപ്പന്നങ്ങളുമായും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു.
ഒരു മരത്തിൽ നിന്നും സീസണിൽ 100 കിലോയോളം ഈന്തപ്പഴം ലഭിക്കുമെന്നാണ് കണക്ക്. ഈന്തപ്പനകൾക്ക് വലിയ തോതിലുള്ള പരിചരണം ആവശ്യമില്ല. നമ്മുടെ തെങ്ങ് പോലെയാണ് ഒരർത്ഥത്തിൽ ഈന്തപ്പന. പനയോല ഉപയോഗിച്ച് വിവിധ കരകൗശല വസ്തുക്കളും നിർമ്മിക്കാം. പനയുടെ തടി പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ അടയാളമായി ഉയർന്നു നിൽക്കുകയാണ് ഈന്തപ്പന. ഈന്തപ്പനകളുടെ മണ്ണിൽ നിന്നും ഒന്ന് മാറിയാൽ ഇങ്ങനെ ചില കൂടാരങ്ങൾ കാണാം. പോളി ഫാമിംഗ്. നമുക്കകത്തേക്കൊന്ന് പോകാം. പാവയ്ക്ക കൃഷിയാണ് ഇവിടെ. പോളി ഫാമിംഗ് രീതിയിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് പച്ചവള്ളികൾ പടർത്തിയിരിക്കുന്നു. ഈ കൃഷിയിടവും ഒരു മലയാളിയുടേത് തന്നെ. വിളവെടുത്താൽ നേരിട്ട് വന്നു കൊണ്ടുപോകാൻ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പച്ചക്കറിക്ക് ഇവിടെ നല്ല ഡിമാൻഡാണ്. ഇനിയൊരു ഇടവേളയെടുക്കാം. ഇനിയും ഏറെയുണ്ട് റാസൽ ഖൈമയിൽ. മാതൃഭൂമി യാത്ര റാസൽ ഖൈമയിലെ കാഴ്ചകൾക്കൊപ്പമുള്ള സഞ്ചാരം തുടരുകയാണ്. ഈന്തപ്പനക്കൂട്ടത്തിൽ നിന്നും മരുഭൂമിയുടെ അടയാളമായി കരുതുന്ന ഒട്ടകങ്ങൾക്കരികിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കൃഷിയിടത്തിൽ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഒട്ടക ഫാമുകളിലേക്ക് എത്താം. ഫാമിലേക്ക് എത്തുമ്പോൾ മരുഭൂമിയുടെ ചൂട് ശരിക്കും അറിഞ്ഞു തുടങ്ങുന്നു. കണ്ണത്താ ദൂരത്തേക്ക് നീളുന്ന മണലാരണ്യം, ഇടയ്ക്ക് ചെറുതണൽ ചേർക്കുന്ന മരങ്ങളുണ്ട്. മരങ്ങളുടെ ചുവട്ടിലാണ് ഒട്ടകങ്ങൾക്ക് കൂടൊരുക്കിയിരിക്കുന്നത്. കമ്പി കെട്ടി തിരിച്ചിരിക്കുന്നു. അവിടെ ഒട്ടകങ്ങൾ വിശ്രമത്തിലാണ്. മരുഭൂമിയിലെ കപ്പലെന്നൊക്കെ വിശേഷണമുള്ള ഒട്ടകങ്ങൾ ഈ മണ്ണിന്റെ ജീവിതത്തോട് അത്രമേൽ അടുത്തു കിടക്കുന്നു. പാലിനും ഇറച്ചിക്കുമൊക്കെ ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ മണൽപ്പരപ്പുകളിൽ ഒട്ടകങ്ങൾ ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ച കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മണൽക്കൂനകൾ മുറിച്ചു കിടക്കുന്ന ഒട്ടകങ്ങൾ ഗൾഫ് നാടുകളുടെ ഫ്രെയിമുകളിൽ സുപരിചിതം. ഒട്ടകം ഒരു സസ്തനിയാണ്. ക്യാമലിഡേ കുടുംബത്തിലാണ് ഇവരുടെ സ്ഥാനം. അറബിയിലെ ജമൽ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്യാമൽ എന്ന വാക്കിന്റെ ഉത്ഭവം എന്ന് കരുതുന്നു. മരുഭൂമിയിലെ ജീവിതത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഒട്ടകങ്ങളുടെ ശരീരഘടന. ഈ കാലാവസ്ഥയുമായി അവർക്ക് ഇണങ്ങി ജീവിക്കാനാകും. ഏറെ നേരത്തേക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും ജലനഷ്ടം സഹിക്കാനാകും ഒട്ടകങ്ങൾക്ക്. വെള്ളം വലിയ അളവിൽ കുടിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. ഒറ്റയടിക്ക് 15 ലിറ്ററോളം വെള്ളമൊക്കെ കുടിക്കും. ഇവിടെ ഫാമിൽ വെള്ളം കുടിക്കാനായി പ്രത്യേക പാത്രങ്ങളും തട്ടുകളുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ തീറ്റയും വെള്ളവും എത്തിക്കും. മരുഭൂമിയിലെ കാഴ്ചകൾ ഇതുവരെ കേട്ടതും വായിച്ചതുമായ അറിവുകളെ ശരിവെക്കുന്നു. നഗര കേന്ദ്രീകൃതമായ യാത്രകൾ പോലെയല്ല. മണ്ണിന്റെ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ അറിവുകൾ നമ്മെ തേടിയെത്തും. ഒട്ടകങ്ങളെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ആ ജീവിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു. മണലാര്യങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുന്നത് പരന്ന പാദങ്ങളാണ്. മണലിൽ ആഴ്ന്നു പോകാതെ അടിയുറച്ചു മുന്നോട്ടു പോകാം. ഇവർക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സാധിക്കുമെന്ന് കൂടി പറയട്ടെ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒട്ടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. 40 മുതൽ 50 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. പണ്ടൊക്കെ ഒട്ടകങ്ങൾ സർക്കസുകളിലെ താരങ്ങളായി നമ്മുടെ നാട്ടിലും എത്തിയിട്ടുണ്ട്. ഒരു അത്ഭുത കാഴ്ചയായി അവർ കൂടാരങ്ങളിൽ നിറഞ്ഞു. ഇന്നിവിടെ അവരുടെ മണ്ണിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ നമ്മുടെ ധാരണകൾ തിരുത്തപ്പെടുകയാണ്. ഇവിടെ ഈ ഫാമിൽ ഒട്ടകങ്ങൾക്ക് തീറ്റയും മറ്റും കൊടുക്കാനും പരിപാലനത്തിനുമായി ആളുകളുണ്ട്. ഇടയ്ക്കിടെ അവർ വന്നു പോകും. വിശാലമായ ഫാമിൽ 100ഓളം ഒട്ടകങ്ങളുണ്ട്. കഴിഞ്ഞ ദുബായ് യാത്രക്കിടെ ഒട്ടകപ്പാലൊഴിച്ച ചായയെക്കുറിച്ച് കേട്ടിരുന്നു. ഇന്ന് ഈ ഫാമിൽ നിൽക്കുമ്പോൾ കേട്ടറിഞ്ഞ ആ രുചിയെക്കുറിച്ച് ഓർത്തു പോകുന്നു. ഒട്ടകങ്ങളുടെ ലോകത്തു നിന്നും നമ്മൾ മറ്റൊരു ഫാമിലേക്ക് പോവുകയാണ്. അധികം അകലെയല്ല, അടുത്തു തന്നെ. ആടുകളുടെ ലോകത്തേക്ക്. രോമത്തിനും ഇറച്ചിക്കും പാലിനുമായാണ് ആടുകളെ വളർത്തുന്നത്. ചെറു ഫാമുകളാണ്. അധികവും ഒട്ടകക്കൂട്ടങ്ങളോട് ചേർന്ന് തന്നെയാണ് ആടുകൾക്കുള്ള ഇടവും ഒരുക്കുന്നത്.
അങ്ങനെ നമ്മൾ റാസൽ ഖൈമയിലെ കൃഷിയിടങ്ങളും ഫാമുകളും ഒക്കെ കണ്ടു. ഇനിയൊരു ഇടവേളയാണ്. ഒരു മൃഗശാലയിലെ വിശേഷങ്ങളുമായി മടങ്ങിയെത്താം. റാസൽ ഖൈമയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരാം. മരുഭൂമിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിനു ശേഷം നഗരത്തോട് ചേർന്നുള്ള ഒരിടത്തേക്കാണ് അടുത്തതായി എത്തുന്നത്. റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്ക്. അൽദഗ്ദയിലെ മൃഗശാലയിലേക്ക് നമുക്ക് പോകാം. റാസൽ ഖൈമയുടെ പച്ചപ്പ് തേടി വീക്കെൻഡുകൾ ചിലവിടാനെത്തുന്ന കുടുംബങ്ങൾ സ്ഥിരമായി വന്നു പോകുന്ന ഇടമാണ് റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്ക്. വൈൽഡ് ലൈഫ് പാർക്കിന്റെ മുൻവശം വിശാലമാണ്. പാർക്കിംഗ് സൗകര്യമൊക്കെ വേണ്ടുവോളമുണ്ട്. മൃഗങ്ങളുടെ ശില്പങ്ങളും മറ്റുമാണ് മുൻവശത്ത്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകാം. 20 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഇതൊരു ഫാമിലി പാർക്കാണ്. കുടുംബമായി എത്തി സമയം ചിലവിടാനുള്ള സ്ഥലം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ കണ്ടുവരുന്ന മൃഗങ്ങൾ ഇവിടെയുണ്ട്. മരുഭൂമിയുടെ കാലാവസ്ഥയുമായി ഇണങ്ങിപ്പോകുന്നവയാണ് അധികവും. 2014 സൂ യാഥാർത്ഥ്യമാകുന്നത്. 10 ലക്ഷം ചതുരശ്ര മീറ്ററാണ് സൂവിന്റെ വിസ്തീർണം. വലിപ്പത്തിന്റെ കാര്യത്തിൽ UAEയിൽ 3-ാം സ്ഥാനമാണ് റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്കിനുള്ളത്. റാസൽ ഖൈമ പോലീസിൽ ജനറൽ കമാൻഡറായ ജാസിം അലിയാണ് സൂവിന്റെ ഉടമസ്ഥൻ. ഒരു പകൽ മുഴുവൻ കറങ്ങി നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെയാണ് സൂവിലേക്കുള്ള പ്രവേശനം. നമുക്കിനി സൂവിലെ ചില VIP-കളേക്ക് ഒന്ന് പരിചയപ്പെടാം. വൈറ്റ് ലൈൻ ആണ് ഈ ചില്ലുകൂടിനപ്പുറമുള്ളത്. മാതൃഭൂമി യാത്ര ഇവിടേക്ക് എത്തുന്നത് ഉച്ച കഴിഞ്ഞ സമയത്താണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണ് വൈറ്റ് ലയൺ. അടുത്തതായി വന്നിരിക്കുന്നത് വൈറ്റ് ടൈഗർ ആണ്. നേരത്തെ സിംഹത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഉറക്കത്തിലാണ് കക്ഷി. ചൂടുകാലങ്ങളിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇവരെ പരിപാലിക്കുന്നത്. വെള്ളക്കടുവകൾക്ക് പൊതുവെ ചൂട് സഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ബംഗാൾ കടുവകളുടെ വകഭേദമാണ് വെള്ളക്കടുവകൾ. ഇനിയൊരു ആഫ്രിക്കൻ ലയന്റെ അടുത്തേക്ക് പോകാം. മറ്റുള്ളവരെല്ലാം ഉറക്കത്തിലാണെങ്കിൽ ഇവിടെ ഒരാൾ ഉണർന്നിരിക്കുകയാണ്. വിശാലമായ കൂടിന് മധ്യത്തിലായുള്ള മരക്കൂടിൽ എല്ലായിടത്തേക്കും കണ്ണുടിച്ച് ജാഗ്രതയോടെ ഇരിക്കുന്നു. ഈ സൂവിനെ കുറിച്ച് പൊതുവെ പറയാനുള്ള ഒരു കാര്യം വിശാലമായ കൂടുകളാണ്. സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാട്ടിയിട്ടില്ല. റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്കിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇതാണ്. ചിമ്പാൻസി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വരെ അവസരമുണ്ട്. അങ്ങനെ നമ്മൾ റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്കിനോട് വിട പറയുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നു. റാസൽ ഖൈമയിൽ നിന്നും നമ്മൾ അബുദാബിയിലേക്ക് പോയി. മടക്കയാത്രയിൽ വേറിട്ട അനുഭവം പകർന്ന റാസൽ ഖൈമയിലെ ഫ്രെയിമുകളാണ് മനസ്സിൽ. ദുബായുമായി താരതമ്യം ചെയ്താൽ ജീവിത ചെലവ് വളരെ കുറഞ്ഞ ഇടമാണ് റാസൽ ഖൈമ. തണുപ്പുകാലത്ത് ഏറ്റവും അധികം തണുപ്പ് ലഭിക്കുന്ന സ്ഥലവും. വലിയ തിരക്കുകളൊന്നുമില്ലാതെ കൃഷിയിടങ്ങളും ഫാമുകളും ഒക്കെയായി നമുക്ക് പരിചിതമല്ലാത്ത മരുഭൂമിയുടെ ഒരു മുഖം കാട്ടിത്തന്നു റാസൽ ഖൈമ. വഴിയോരങ്ങളിലെ ഫ്രെയിമുകൾ പതുക്കെ പതുക്കെ അബുദാബിയിലേക്ക് മാറുകയാണ്. അബുദാബിയെക്കുറിച്ച് പറയുമ്പോൾ എമിറേറ്റുകളിൽ ദുബായ്ക്കൊപ്പം തന്നെ വികസന കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. വലിയ പാലങ്ങളും കെട്ടിടങ്ങളുമൊക്കെയായി അബുദാബി നമ്മെ വരവേൽക്കുന്നു. മാളുകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള 2 ആഴ്ചകളിൽ നമ്മൾ അബുദാബിയിലെ വിവിധ സ്ഥലങ്ങൾ കാണും. ദുബായ് പകർന്ന വിസ്മയ കാഴ്ചകൾക്കൊപ്പം
എന്തായിരിക്കും അബുദാബിക്ക് ചേർത്ത് വയ്ക്കാനുണ്ടാവുക? നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാടിനോളം തന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഗൾഫ്. പ്രവാസത്തിന്റെ മണ്ണിലെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം അടുത്തയാഴ്ച വരെ.